ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 4 കോടി സെൻറ് തോമസ് ഇടവകയിൽപ്പെട്ട അച്ചോത്തിൽ കുടുംബത്തിലാണ്. ഇവിടെ നമുക്കൊരു അത്ഭുത പ്രതിഭയെ പരിചയപ്പെടാം. അമൽകുട്ട, ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമൽകുട്ടൻ അല്ലേ? നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ടേ? തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയോടി ബലിയർപ്പിക്കാം. നമ്മൾ സാധാരണ പള്ളിയിലൊക്കെ കീബോർഡ് വായിക്കുന്നവർ അല്ലെ കൊയറിലൊക്കെ ഉള്ളവർ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ പ്രായമായവരോ ഒക്കെയാണ്. പക്ഷേ 4 കോടി പള്ളിയിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കല്യാണത്തിന് വന്നപ്പോൾ ഈ തീരെ ചെറിയൊരു കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമൽ കീബോർഡ് വായിക്കുന്നത് കണ്ട് വളരെ കൗതുകം തോന്നി. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ പരിചയപ്പെടണം, ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തണം എന്നൊക്കെ ആഗ്രഹിച്ചത്. എന്താണ് അമലിൻ്റെ പേരൻസിന് അമലിനെ കുറിച്ച് പറയാനുള്ളത്? അമലിനെ കുറിച്ച് പറയുമ്പോൾ അമലിൻ്റെ 2ാമത്തെ സഹോദരി അൻസു ആണ് ആദ്യം കീബോർഡ് പഠിക്കാൻ പോയത്. അപ്പോൾ അമൽ ഇപ്പോൾ 8 വയസ്സാണ് അമലിനുള്ളത്. അപ്പം അത് 6 വയസ്സുള്ളവനെ വെറുതെ അവനെ ഞങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സഹോദരിയോടെ കൊണ്ടുപോയതുള്ളൂ. ഞാൻ വെറുതെ സാറിനോട് ചോദിച്ചു, ജോസ്മോ സാർ എന്നോട് പഠിപ്പിക്കുന്നത്. അപ്പോൾ സാറിനോട് ഞാൻ ചോദിച്ചു, ഇവനെ കൊണ്ട് ഇരുത്തട്ടെ ചോദിച്ചും സാറ് പറഞ്ഞു കൊച്ചു കുഞ്ഞല്ലേ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഒന്ന് നിൽക്കട്ടെന്ന് പറഞ്ഞു. അപ്പം അവനെ ഞങ്ങളോട് നിർത്തിയിട്ട് പോയിരുന്നു. അപ്പോൾ സാറ് ഞങ്ങൾ വൈകുന്നേരം വിളിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു അവൻ ശ്രദ്ധിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അപ്പോൾ അവനെ കൂടെ നമുക്ക് അടുത്ത ആഴ്ച ക്ലാസ്സിൽ ഇരുത്താം എന്ന് പറഞ്ഞ് പിന്നെ അവനെയും അവനെ ഞങ്ങൾ ആ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യിക്കുമായിരുന്നു. പിന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെല്ലാം സാർ പറഞ്ഞതെല്ലാം പഠിച്ചു. വെസ്റ്റേണാണ് ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വെസ്റ്റേൺ. ബാക്കി കുർബാനയുടെ പാട്ടുകളൊക്കെ ഇവൻ തന്നെ സഹോദരി വായിക്കുന്നത് കേട്ട്, സഹോദരി അൻസു വായിക്കുന്നത് കേട്ടിട്ട് ഇവൻ തന്നെ പഠിച്ചതാണ്. കൊടുങ്ങാട്ടുംകുന്ന് പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു ജോസ്മോൻ സാറാണ് അമലിനെ പഠിപ്പിക്കുന്നത്. അമൽ ഈ കീബോർഡൊക്കെ വായിക്കുന്നതുകൊണ്ട് ഇപ്പം നിങ്ങളെ എല്ലാവരും അറിയാമല്ലോ അല്ലേ? മറ്റുള്ളവരൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വീട്ടിൽ മറ്റാരൊക്കെയുണ്ട് അമലിനെ കൂടാതെ? അമലിൻ്റെ സഹോദരങ്ങൾ എത്ര പേരുണ്ട്? അവർക്കൊക്കെ ഈ സംഗീതവുമായി ബന്ധമുണ്ടോ? ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മോൾ അനീസ, അവൾ ചെറുതായിട്ടൊക്കെ പാടും, കീബോർഡൊന്നും പഠിച്ചിട്ടില്ല. 2ാമത്തെ മോൾ കീബോർഡ് ആദ്യം പഠിച്ചത്. അവളും വായിക്കുന്നുണ്ട് പള്ളിയിൽ, എന്നാലും കൂടുതൽ ഇവനാണ് വായിക്കുന്നത്. ഇവൻ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പള്ളിയിലെ നമ്മൾ ഈ കുർബാനയുടെ പാട്ടൊന്നും ഇവൻ പഠിച്ചതല്ല, സ്വന്തമായിട്ട് വായിക്കും. 7 വയസ്സിൽ ഞങ്ങളോട് ഇവൻ പറഞ്ഞ് ഞാൻ വായിക്കും. അപ്പം ഞങ്ങൾക്കും ഒരു ടെൻഷനായിരുന്നു, എങ്ങനെ വായിക്കും, ഇവൻ അറിയത്തില്ല ഇതിനെപ്പറ്റി, ഇത് സ്കൂളിൽ ഇത് പഠിച്ചില്ല, സാറ് പഠിപ്പിച്ചിട്ടുമില്ല ഇത്, പിന്നെ എങ്ങനെ വായിക്കും. പിന്നെ വിനോദിച്ചാനും അവൻ്റെ പപ്പായും പറഞ്ഞു, നീ ആദ്യ കുർബാന കഴിഞ്ഞിട്ട് വായിച്ചാൽ മതി, ഇപ്പം വായിക്കണ്ട, അത് നമുക്ക് അന്നേരം വായിക്കാറില്ല. അപ്പോൾ അവൻ പറഞ്ഞില്ല ഞാൻ വായിച്ചോളാം, എനിക്കറിയാം എന്ന് പറഞ്ഞാണ് ആദ്യം വായിച്ചത്. പക്ഷെ ആദ്യം വായിച്ചപ്പം തന്നെ അവൻ നല്ല രീതിയിൽ തന്നെ വായിച്ചു. എല്ലാവരും ഒത്തിരി നല്ല ഇത് പറഞ്ഞു, അച്ഛന്മാരും ഒക്കെ. പിന്നെ അതോടുകൂടി അവൻ വായിക്കുമായിരുന്നു. എനിക്കിപ്പോഴും അവനല്ല വായിക്കുന്ന, അവനിലൊരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അന്നേരം വരുന്നുണ്ട്. മിക്കവരും അങ്ങനെ തന്നെ കേൾക്കും. ഞങ്ങളിപ്പോൾ എൻ്റെ വീട് മാമ്പഴക്കല്ല, ഇപ്പോൾ എൻ്റെ ഒരു അപ്പാപ്പൻ്റെ 25ാമത്തെ ജൂബിലി നടന്നു ഈ കഴിഞ്ഞ ദിവസം. അന്ന് പിതാക്കന്മാരും ബിഷപ്പുമാരും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് കണ്ടവരും പറഞ്ഞ് ഇവനാണോ വായിക്കുന്നത്, ഇതിനകത്തൊരു ശക്തി ഉണ്ടല്ലോ, അവൻ്റെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവൻ അന്നേരം വരുന്നുണ്ടല്ലോ, അല്ല ഇത്ര കൊച്ച് എങ്ങനെ വായിക്കുന്നത്. എനിക്ക് നേരത്തോട്ട് ഇത് തന്നെയാണ് എൻ്റെ മനസ്സിൽ. 8 വയസ്സിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഇവനൊരു 8 പ്രാവശ്യം പോലും ഈ എറണാകുളം കുർബാനയൊന്നും കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും ഉണ്ടാവില്ല. അതിവൻ എങ്ങനെ പഠിച്ചു അങ്ങനെ എനിക്കൊന്നും അറിയത്തില്ല. എനിക്കും അത് തന്നെ, ആ ശക്തി ഇവനിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്.
അമൽ കീബോർഡ് വായിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ശരിക്കും അമലല്ല വായിക്കുന്നത്, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തിയുണ്ടെന്ന്. അത് വലിയ ഒരു ദൈവസാക്ഷ്യമാണ്. എനിക്ക് ചോദിക്കാം, നിങ്ങളുടെ കുടുംബത്തിൽ, സിനി ചേച്ചിയുടെയോ ബിനോയ് ചേട്ടൻ്റെയൊക്കെ കുടുംബത്തിൽ ഈ സംഗീതവുമായി ബന്ധപ്പെട്ടൊരു പാരമ്പര്യമോ അങ്ങനെ മറ്റാരെങ്കിലും ഒക്കെ സംഗീതത്തിൽ വായിക്കുകയും അല്ലെ പാടുകയൊക്കെ ചെയ്യുന്നവരുണ്ടായിരുന്നോ? എൻ്റെ വല്യപ്പച്ചൻ, അച്ചാച്ചൻ്റെ അച്ചാച്ചൻ പണ്ട് കാലത്തെ പരിശുമുട്ടുകളിയിലെ പാട്ടുകാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അച്ചോത്തിൽ മാമച്ചൻ എന്ന് പറയും. എൻ്റെ അച്ചാച്ചൻ പള്ളിയിലെ കപ്പ്യാരായിരുന്നു. 35 വർഷത്തോളം അച്ചാച്ചൻ ജോലി ചെയ്തു. അച്ചാച്ചൻ നല്ലൊരു ഗായകനായിരുന്നു. പള്ളിയിൽ അന്ന കാലത്ത് കീബോർഡൊന്നും അങ്ങനെയൊന്നും ഇല്ല എങ്കിലും ആ സമയത്ത് അച്ചാച്ചൻ നല്ലതായിട്ട് പാട്ട് പാടുമായിരുന്നു. ഞാനും ചെറുതായിട്ടൊക്കെ പാടും. നമുക്കിങ്ങനെ ഈ സംഗീത ഉപകരണങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും പള്ളിയിലെ കൊയറിൽ ഞാനുണ്ട്. ആരും ഇല്ലാത്തപ്പോഴൊക്കെ ആണെങ്കിലും ഞാനാണ് കൈകാര്യം ചെയ്യുന്ന പാട്ടുകളൊക്കെ. അങ്ങനെ ആ ഒരു പാരമ്പര്യം ഇവനും കിട്ടിയിട്ടുണ്ട്. അമലും പാടും. അമൽ നല്ലൊരു പാട്ടുകാരനാണ്. കീബോർഡിലാണ് ശ്രദ്ധ കൂടുതൽ കൊടുത്തേക്കുന്നത്. സിനി ചേച്ചിയുടെ വീട് കുട്ടനാട്ടിലാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവിടെ ഈ സംഗീതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും? എൻ്റെ വീട്ടിൽ ആങ്ങളമാരൊന്നും പാട്ട് അങ്ങനെ അത്ര പാടുന്നില്ല. എൻ്റെ അപ്പാപ്പൻ്റെ മക്കളൊക്കെ പാട്ടൊക്കെ കോറിലൊക്കെ ഉള്ളതാണ് മാപ്പിളക്കേരി പള്ളിയിൽ. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ നാലുകോടി സെൻറ് തോമസ് പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഈ ഇടവകയുടെ ഒരു പ്രിയപ്പെട്ട മകൻ ചോത്തിൽ ബിനോയ് സിനി ദമ്പതികളുടെ ഇളയ മകൻ അമൽ ബിനോയ് ഓർഗൻ വായനയിലെ വളരെ ചെറുപ്പത്തിലെ തന്നെ പ്രാവീണ്യം നേടി. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 8 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. അപ്പോൾ അമലെ അതിൽ വളരെയധികം പുരോഗതി കൈവരിച്ചു. വളരെ ഭംഗിയായിട്ട് ഓർഗൻ വായിക്കുന്നു. വിശുദ്ധ കുർബാനയിലും മറ്റു തരത്തിലൊക്കെ അമലിൻ്റെ ആ സമർപ്പണത്തെ, ആ കഴിവിനെ ഇടവക സമൂഹം വലിയ ആദരവോടെയാണ് കാണുന്നത്. ജന്മനാ തന്നെ അമലിനൊരു പാടാനുള്ള കഴിവൊക്കെ ഉണ്ട്. ബിനോയിയൊക്കെ പാടുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയൊരു പ്രത്യേക കഴിവും കൂടെ ആർജിച്ചെടുത്തു. ഞാൻ 2 കാര്യങ്ങൾ പ്രത്യേകം ഓർക്കും. ഒന്ന്, അമലിൻ്റെ ആ സമർപ്പണത്തെ ഓർക്കുകയാണ്. ആ കൊച്ചുനാൾ തൊട്ട് ഇത് കണ്ടുപഠിക്കാനും. രണ്ടാമത്, മാതാപിതാക്കൾ വലിയ പിന്തുണ, അവരുടെ ആ പ്രോത്സാഹനം, അവനെ അങ്ങനെ പഠിപ്പിച്ച് മിടുക്കനാക്കാനായിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പഠിപ്പിച്ചെടുത്തു. പിന്നെ പള്ളിയിലൊരു വേദി അമലിന് കിട്ടി. പല വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുവാൻ ഞാൻ പ്രത്യേക അഭിനന്ദനത്തെ അവിടെ ഓർക്കുന്നു. ഇടവകയ്ക്കൊരു വലിയ അഭിമാനമാണെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. എല്ലാ ആശംസകളും നേരുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ ടോണി കൊച്ചുമലയിൽ. ഞാൻ ഇവിടെ നാലുകോടി സെൻറ് തോമസ് ചർച്ചിലെ കൊച്ചച്ഛനാണ്. ഞാൻ കോൺഗ്രിഗേഷൻ അച്ഛനാണ്. എൻ്റെ കോൺഗ്രിഗേഷൻ്റെ പേര് അഡോർണോ ഫാദേഴ്സ് എന്ന് പറയും. ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം 5 മാസമായി. അപ്പോൾ പ്രത്യേകിച്ച് അമലിനെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. ഏതാനും കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, അമൽ എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഓർഗൻ വായിക്കുന്ന ഒരു കുട്ടിയാണ്. വളരെ നല്ല രീതിയിൽ, മനോഹരമായ രീതിയിൽ ഓർഗൻ വായിക്കുന്ന ഒരാളാണ് അമൽ. പ്രത്യേകിച്ച് 2 വയസ്സ് മുതൽ ഓർഗൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അമൽ. നമുക്കറിയാം, ഇവിടെ ആണെങ്കിൽ കല്യാണ കുർബാനകൾക്കും മറ്റ് ഫങ്ഷൻസിനൊക്കെ അമൽ നല്ല രീതിയിൽ ഓർഗൻ വായിച്ച് പോകുന്നുണ്ട്. പലരും ഈ കുർബാനയും ഫങ്ഷൻസെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അമലിനെ വന്ന് അഭിനന്ദിക്കുന്നതൊക്കെ എനിക്ക് നേരിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമലിന് എനിക്ക് നല്ല ആശംസയും പ്രാർത്ഥനയുമാണ് നേരാനുള്ളത്. ഇനിയുള്ള മുന്നോട്ടുള്ള അമലിൻ്റെ ജീവിതത്തിൽ നല്ലൊരു കീബോർഡിസ്റ്റായിട്ട് വളർന്നു വരുവാനായിട്ട് സർവേശ്വരൻ ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അനീസ, അൻസു, അമൽ 3 മക്കളാണ് അല്ലേ? മോക്ക് അനീസയ്ക്ക് അമലിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. അമലിൻ്റെ ഈ പാടാനുള്ളൊരു കഴിവ്, അല്ലെ കീബോർഡ് വായിക്കാനുള്ളൊരു കഴിവുണ്ടെന്ന് എപ്പോഴാണ് മോള് തിരിച്ചറിഞ്ഞത്? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കീബോർഡ് പഠിക്കണം, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ളത്.
അപ്പം ഇവർ വന്നപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ ഓർഗൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പപ്പായോട് പറഞ്ഞു ഇവരെ വിടാം അങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂടെ വിടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പപ്പായോട് ഇങ്ങനെ കുറേ നിർബന്ധിച്ചു, ഓർഗൻ ഇവിടെ വാങ്ങ് എന്നാലും വീട്ടിൽ വന്നിട്ടും പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ വാങ്ങി. ഇപ്പം വീട്ടിൽ വന്ന അൻസുവിനേക്കാൾ കൂടുതൽ ഇവനായിരുന്നു ഓർഗനിൽ ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓർഗനിൽ ഓരോ പാട്ട് തന്നെ വായിക്കാൻ ട്രൈ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ പാട്ടുകൾ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇവൻ തന്നെ വായിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ പാട്ടുകൾ. നമ്മൾ ഈശോയുടെ പാട്ടാണെങ്കിലും നമ്മൾ പാടുന്നത് ഇവൻ തന്നെ പോയിട്ട് ഓരോ കീ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ സംഗീതത്തോടൊരിതുള്ളതുകൊണ്ടാണല്ലോ ആ ഒരു അങ്ങനെ ഒരു സംഭവം അതിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഇവനെ പാട്ട് പഠിപ്പിക്കാൻ വിടാനൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പോയിട്ടുണ്ടായിരുന്നു പാട്ട് പഠിക്കുന്നതിലും. ഈ കീബോർഡിൽ തന്നെ ട്രൈ ചെയ്യുന്നത് കണ്ടിട്ടാണ് അവനെ പാട്ട് പഠിക്കാൻ കൂടെ ഞാൻ നിർബന്ധിച്ചത്. അമലൂട്ടാ, ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാവരും അമലിനെ കുറിച്ച് വലിയ അഭിപ്രായമാണ് പറയുന്നത്. അമൽ വളരെ ഗിഫ്റ്റഡാണ്, അമലല്ല വായിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് വായിക്കുന്നതെന്നൊക്കെ വലിയ കാര്യമാണ് പറയുന്നത്. അമലിന് കീബോർഡ് വായിക്കാനൊക്കെ ഇഷ്ടമാണോ? പള്ളിയിൽ എന്തൊക്കെയാണ് വായിക്കുന്നത്? കുർബാനയുടെ പാട്ട് മാത്രമാണോ മോൻ വായിക്കുന്നത്? ബാക്കി വേറെ അല്ലാത്ത സിനിമാ പാട്ടൊക്കെ വായിക്കുമോ? എല്ലാം അറിയാം. ഇത് ഈ സാറിൻ്റെ അടുത്ത് പോയി പഠിച്ചാണോ ഇതെല്ലാം വായിക്കുന്നത്? അതെങ്ങനെയാണ് മോന് വായിക്കാൻ പറ്റുന്നത്? അമ്മ പറയുന്നുണ്ടായിരുന്നു ഒരു ജൂബിലിക്ക് പോയപ്പം അമ്മയുടെ അവിടെ മോൻ കാഞ്ഞിരപ്പള്ളിയും എറണാകുളവും ഒക്കെ വായിച്ചെന്ന്. നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നോ? അത് പഠിച്ചിട്ടുണ്ട്. മോൻ ആ സമയമാകുമ്പോൾ എങ്ങനെ അത് വായിക്കാൻ പറ്റുന്നത്? പാട്ടിൻ്റെ സമയമാകുമ്പോൾ തന്നെ പറ്റുന്നതാണോ? കീബോർഡിൽ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പം വായിക്കാൻ പറ്റുന്നതാണോ? അമല് 4ാം ക്ലാസ്സിലല്ലേ മോൻ പഠിക്കുന്നത്? അപ്പോൾ മോൻ ഈ കീബോർഡൊക്കെ വായിച്ചു കഴിഞ്ഞ് സ്കൂളിൽ ചെന്നപ്പം കൂട്ടുകാരൊക്കെ എന്നാ പറഞ്ഞു? മോൻ്റെ ടീച്ചേഴ്സും കൂട്ടുകാരും ഒക്കെ അവർക്കൊക്കെ സന്തോഷമായിരുന്നോ? എന്നാ പറഞ്ഞ സ്കൂളുകാരൊക്കെ? നല്ലതാണെന്ന് പറഞ്ഞു. സ്കൂൾ കൂട്ടുകാരൊക്കെ ഈ മോൻ വായിക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, സ്കൂളിൽ വായിച്ചിട്ടില്ല അല്ലേ? കീബോർഡ് വായിക്കുന്ന കണ്ടിട്ട് മോനെ അപ്രീഷിയേറ്റ് ചെയ്തോ, അഭിനന്ദിക്കുകയൊക്കെ ചെയ്തോ? ആരാ അഭിനന്ദിച്ചേ? പള്ളിയിൽ ആരെങ്കിലും വന്ന് അഭിനന്ദിച്ചോ? പള്ളി പെരുന്നോട്ടം പിതാവ് വിസിറ്റിന് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഞങ്ങളുടെ അമ്മയുടെ ഒരു അപ്പാപ്പിയുടെ ജൂബിലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 25ാമത് ജൂബിലിക്ക് മാമ്പഴക്കേരി പള്ളി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ ബിഷപ്പ്മാർ വന്നിട്ടുണ്ടായിരുന്നു, ആന്ധ്രയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്നൊക്കെ. 2 കർദിനാൾമാർ 4 ബിഷപ്പ്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇലക്ഷന് പോയില്ലേ ലിയോ മാർപ്പാപ്പനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, ആ ബിഷപ്പിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവനെ. എല്ലാവരും ഇങ്ങനെ അവനെ വലിച്ച് നീ ഓർഗൻ വായിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആലഞ്ചേരി പിതാവ് എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ അഭിനന്ദിച്ചു പറഞ്ഞു.